കഥ ഭ്രാന്തൻ. രചന ഷീല ജോർജ് കല്ലട. അവതരണം അനീന അലോഷ്യസ്. അവന് എല്ലാം വിളിച്ചു പറയണമെന്നുണ്ട്, പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ ശബ്ദം തൊണ്ടയിൽ അമരുന്നു. അവന്റെ നാവ് കെട്ടിവരിഞ്ഞിരിക്കുന്നു. അത് കുടുംബ ബന്ധത്തിന്റെ നനുത്ത ചരടാകാം, ഗുരുത്വത്തിൻ സ്നേഹച്ചങ്ങലയാകാം, നിസ്സഹായതയുടെ വിറങ്ങലിച്ച കരമാകാം, ഒറ്റപ്പെടുത്തലിന്റെ നീറുന്ന ഓർമ്മയാകാം. പുറത്തേക്കിറങ്ങിയാൽ കാണുന്ന കാഴ്ചകൾ അവനെ അസ്വസ്ഥനാക്കി. പത്രം തുറന്നാൽ, TV ഓണാക്കിയാൽ എല്ലാം ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ. കുറ്റക്കാരെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. അവൻ അമർഷത്തോടെ മുറിയുടെ വാതിൽ വലിച്ചടച്ചു. പിന്നീട് അവൻ വീടിന് വെളിയിൽ ഇറങ്ങാതെയായി, മുറിക്ക് പുറത്തിറങ്ങാതെയായി. ദിനങ്ങൾ കൊഴിഞ്ഞു. ആളുകൾ പെറുപെറുത്തു. നമ്മുടെ തെക്കിലെ കുട്ടനെന്തു പറ്റി? പുറത്തേക്കൊന്നും കാണുന്നില്ലല്ലോ. ഒരാൾ പറഞ്ഞു. അറിഞ്ഞില്ലേ, അവന് ഭ്രാന്താ. ഭ്രാന്തോ? കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു.